ഞാൻ മള്ളി കണ്ടുന്നില്ല പരിചയം ലേറ്റ് ആയിട്ട് പറ്റി. ഓ അങ്ങനെയാ. മറ്റേനൊന്ന് വിളിച്ചോണ്ട് വരുവാടാ അകത്തോട്ടോ മീറ്റിംഗ് റൂമിലോട്ടോ. ഇതൊന്ന് കഥയുള്ളത് ജീവിതത്തിലെ ആളാണ് ഞാന്. ഇതുവരെ ഉണ്ടായിരുന്നുള്ളൂ. ബ്രോ അകത്തോട്ടിരുന്നോ ബ്രോ, ഞങ്ങൾ ബാബു ഒന്ന് വന്നേടാ. ആ മള്ളി വെച്ചടിക്കാനുള്ള നമുക്ക് ആ അതെ ബ്രോ ഇപ്പൊ അല്ല ഞാനൊരു ബ്രീഫ് തരാവേ. ഞാനൊരു ബ്രീഫ് തരാം. ഒരു ദിവസം നമ്മൾ ഗ്യാങ് ഹൗസിൽ ഇരിക്കുന്നു. പെട്ടെന്ന് ഒരു ഗ്യാങ് GNR എന്ന് പറഞ്ഞ ഈ മഞ്ഞ ഉടുപ്പിട്ട് പോയ ഗ്യാങ് കയറി വരുന്നു. ഗ്യാങ് കയറി വന്നിട്ട് പറയുന്നു, എന്തായിരുന്നു പറഞ്ഞത് അവര്? എനിക്ക് അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, ഡീൽ ചെയ്താ പോരെ. അതെന്തായിരുന്നു അവര് കയറി വന്നിട്ട് പറഞ്ഞേ? ഈ GNR കയറി വന്നിട്ട് ആദ്യം എന്തോ പറഞ്ഞായിരുന്നു. ചന്ദ്രനെയാണോ പറഞ്ഞത്? അല്ലല്ല ഈ HF-ന്റെ ഇവന്മാരുടെ ഓസി പറഞ്ഞു. ഈ ജയിൽ ചാർലി എന്ന് പറയുന്ന പ്ലെയർ ഓസി പറഞ്ഞ കാര്യം നമ്മുടെ അടുത്ത് പെട്ടെന്ന് വന്നിട്ട് വന്നൊരു ദിവസം പറഞ്ഞിട്ട് പോയി. അന്നാ അതൊന്ന് നോക്കിക്കോണേന്നൊക്കെ വന്ന് പറഞ്ഞിട്ട് ദേവക്കുട്ടി എല്ലാം ആയിട്ട് നേരെ വന്നിട്ട് മറ്റേ കേവേഡ് യൂസ് ചെയ്തായിരുന്നു ഇവര്. അതൊക്കെ വന്ന് നമ്മളോട് പറഞ്ഞു. ഈ ജയിൽ ചാർലി എന്ന് പറയണവൻ. അപ്പൊ നമ്മളെ വന്ന് ഒരു ഫ്രണ്ട്ലി ഗ്യാങ്ങിനെ പോലെ ഇൻഫോം ചെയ്തിട്ട് പോയി. അടുത്ത ദിവസം അടുത്ത ദിവസം ഈ GNR തന്നെ ഉണ്ടായിരുന്ന വേറൊരു പയ്യൻ പെട്ടെന്ന് വന്നിട്ട് നമ്മളോട് പറയുവാണ്, അതെ ഉമ്മമാരാണ് ഇവന്മാര് നമ്മളെ ഓഫ്ലൈനിൽ ഇരുന്ന് അപരാധിക്കും, മറ്റേ ഇതിനകത്തിരുന്ന് കൊട്ടയെന്ന് വിളിക്കും ചട്ടിന്ന് വിളിക്കും എന്നെല്ലാം പറഞ്ഞിതാക്കി. എന്നിട്ട് അവര് കൊറേ പ്രൂഫൊക്കെ കാണിച്ച് എന്നിട്ട് ഇവനാണ് ഈ വന്ന് പറഞ്ഞ ഒറ്റയാനാണ് കുറ്റക്കാരൻ എന്ന് പറഞ്ഞ്. ഒറ്റയാനായിട്ട് വന്നവനാണ് കുറ്റക്കാരൻ എന്ന് പറഞ്ഞ്. എടാ ഒറ്റയ്ക്ക് വന്നില്ലടാ ഒരുത്തൻ. അവനാണ് കുറ്റക്കാരെന്ന് മറ്റവര് വാദിക്കുന്നു, ഇവനാണ് കുറ്റക്കാരൻ. ഇപ്പൊ രണ്ടു കൂട്ടരും ഇവിടെ എത്തിയിട്ടുണ്ട്. എടാ ബാബു നിനക്ക് മനസ്സിലാവണല്ലോടാ. GNR അറിയുന്ന ഒരുത്തനെ പറഞ്ഞു വിട്ട് അവൻ അവിടെ നിന്ന് ഇറങ്ങിയതിന്റെ ദേഷ്യം തീർക്കാൻ വേണ്ടിട്ട് GNR അല്ല ഊമ്പന്മാരാണെന്ന് പറഞ്ഞ് ഒറ്റയ്ക്ക് വന്ന് നമ്മളോട് സംസാരിച്ച്. HF-ലുള്ളവനല്ലേ അണ്ടി സോറി ഒന്ന് ഫുൾ സെറ്റാണ്. ഹലോ അങ്ങോട്ട് മെയിൻ മീറ്റിംഗ് എന്താ അല്ല ജീനാറില്ല ആ ഓമ്പം വന്നിട്ടുണ്ടോ? പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞുതരാം. മുമ്പായ സത്യം മാത്രമേ ബോധിപ്പിക്കുള്ളൂ. ബ്രോ ഇതിപ്പോ നമുക്ക് നിങ്ങളിവിടെ സിറ്റിക്ക് നമ്മളുടെ അടുത്ത് ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്തത് കൊണ്ടാണ് നമ്മൾ ഇത് ഇങ്ങനെ തന്നെ വിളിച്ച് തീർക്കുന്നത്. അപ്പൊ ഞങ്ങൾ ഇന്നലെ നിങ്ങളുടെ കുറച്ച് സൈഡ് കേട്ടായിരുന്നു. നിങ്ങൾ ആദ്യം ഇതുപോലെ വന്ന് ഒരു ഇൻഫർമേഷൻ നമ്മുടെ അടുത്ത് പറഞ്ഞു. നമ്മൾ അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കിയത്. പെട്ടെന്ന് ഒരു ദിവസം ഇന്നലെ ഈ ആള് വന്നിട്ട് ഈ മാസ്ക് വെച്ച ആള് വന്നിട്ട് നമ്മുടെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഈ കാര്യങ്ങൾ പറഞ്ഞു അത് നമ്മൾ കേട്ട് അത് കഴിഞ്ഞിട്ട് വെളിയിൽ നിങ്ങളുടെ കുറച്ച് കാര്യങ്ങള് കേട്ടായിരുന്നു. ഇപ്പൊ ഇവൻ പറയണെന്ന് പറഞ്ഞാൽ നിങ്ങള് മെറ്റയടിച്ചാണ് നമ്മുടെ 1000 കോടി 1200 കോടി നിങ്ങൾ വിളിച്ചത്. ഞാനൊരു കാര്യം പറയട്ടെ. നമ്മൾ ആ ലേലം വിളിച്ച സമയത്ത് ഇവൻ ഞങ്ങൾ ക്ലബായിരുന്നു. ആ സമയത്ത് ഇവൻ ഞങ്ങൾ ക്ലബിൽ പോലും ഇല്ല, നമ്മുടെ കൂടെ ഇല്ല. പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നത്? നിങ്ങളുടെ കൂട്ടത്തില് ബെൻ ജോൺസൺ എന്ന് പറഞ്ഞ ഒരാളാണ്.
ഒരു മീറ്റിംഗ് റേഡിയോ നിങ്ങൾക്ക് 1000 കോടി പോലും എടുക്കാനില്ല. ഉണ്ട് നമ്മള് അതിനുള്ള പ്രൂഫ് നമ്മളുണ്ട്. നമ്മള് ഇനി ഒരു കാര്യം ബ്രോ, ഇനി ഒരു കാര്യം 1000 കോടി തന്നെ നമ്മൾ പമ്പ് നിങ്ങൾക്ക് തരാം. സബ് ഗാങ് ആണോ നിങ്ങള്? ഇവിടെ വലിയ മനുഷ്യ പമ്പ് 1000 വേണ്ടി വിറ്റിയല്ലേ ഇപ്പൊ. ഇവിടെ ഒരു കാര്യം നികേന്ന് വിളിക്കാൻ പറ്റില്ല. സബ് ഗാങ് ആണോന്ന്? അല്ല നിങ്ങളെ ബാക്കപ്പ് അല്ലാന്നാ HF അല്ല നിങ്ങളിപ്പോ ബാക്കപ്പ് ചെയ്യണ നമ്മളെ HF-ലെ OG-ലെ കുറച്ച് പ്ലേയേഴ്സ് നമ്മളിൽ കളിക്കുന്നുണ്ട്. അയ്യോ ബ്രോ, ഇങ്ങനെ വിൽക്കല്ല ബ്രോ. HF-ലായിട്ട് നിങ്ങൾക്ക് ഒരു ബന്ധമില്ലല്ലോ. HF-ലെ കുറച്ച് പ്ലേയേഴ്സ് നമ്മളിൽ കളിക്കുന്നുണ്ട്. അതായത് HF-ൽ ഇപ്പൊ കളിക്കാത്ത കുറച്ച് പ്ലേയേഴ്സാ. നിങ്ങളിപ്പോ അപ്പുറത്തെ സിറ്റിയിലൊക്കെ ഏത് ഗ്യാങ്ങിനെ കളിക്കണം അതൊന്ന് പറയോ? സിറ്റിയില് ഈ വാളയാർ, ഈ ജയിൽ ചാർലി ഇവരൊക്കെ പ്ലേയേഴ്സ് അല്ലേ? ജയിൽ ചാർലി ഒന്നും നമ്മളെ കൂടെ ഉള്ള അല്ല ബ്രോ. ജയിൽചാറിനെ പറ്റി പറയാൻ പറ്റില്ല. അവ ഒരു മുമ്പിലാണ് ഞാൻ വലിക്കട്ടെ എന്ന് ചോദിച്ചപ്പോ നിങ്ങളുടെ കൂട്ടത്തിൽ ഈ വാളയാർ പരമേശ്വരൻ എന്ന് പറഞ്ഞ ആളാണ് അരിവനെതിരെ വലിക്കല്ലേ, അവനെ നമ്മൾ ഗ്യാങ്ങിൽ കൊണ്ടുപോകാൻ നിൽക്കാന്ന് പറഞ്ഞത്. GNR-ൽ കയറ്റാൻ നിൽക്കാന്ന് അന്റെ പറഞ്ഞില്ലേ? GNR-ൽ അവനെ കയറ്റാൻ നിർത്താൻ ആര് ജയിലിന് അല്ല മീനായിട്ട് ഞാൻ ഒരു കാര്യം, നീ പറയുന്നതിന് എന്തെങ്കിലും ഒരു പ്രൂഫ് ഉണ്ടായിട്ടുണ്ടോ? നീ പറയുന്നതിന് നിങ്ങൾ പറയുന്നതിൽ എന്ത് പ്രൂഫുള്ള അതൊന്ന് പറയും. നമ്മൾ പറയുന്നതിന് നമ്മൾ പ്രൂഫ് ഉണ്ട്. അത് പറയാൻ നമ്മൾ ഇന്നലെ ഇന്നലെ നമ്മൾ DC പോയിട്ട് എല്ലാ കുറെ പ്രൂഫ് കാണിച്ചു കൊടുത്താ. പെട്രോൾ പമ്പ് വിളിച്ചത് നിങ്ങളല്ലേ? പെട്രോൾ പമ്പ് വിളിച്ചത് നിങ്ങളല്ലേ? സിറ്റിയില് നിങ്ങൾ മാത്രമേ TV വിളിച്ചപ്പോ തിരിച്ചു വിളിച്ചോളൂ. അല്ല, നമ്മൾ ഒറ്റക്കല്ല വിളിച്ചേ. നമ്മളും SKS-ൽ ഉണ്ടായിരുന്ന പാബ്ലോയോടും കൂടി ചേർന്നിട്ടാണ് ഒരുമിച്ചാണ് വിളിച്ചത്. നിങ്ങളെ വിളിച്ചത് നിങ്ങൾ സമ്മതിച്ചു അല്ലേ? നിങ്ങളെ വിളിച്ചത് നിങ്ങൾ സമ്മതിച്ചു 1000 കോടി വരെ. നമ്മള് വിളിച്ച് നമ്മള് അല്ല നമ്മള് കൃത്യമല്ല വിളിച്ചത്. നമ്മള് ടോട്ടൽ ഞങ്ങളുടെ എല്ലാം കണക്ട് ചെയ്തിട്ട് 1250 കോടി ഉണ്ടായിരുന്നു. അതുവരെ ഞങ്ങൾ വിളിച്ച്. ബ്രോ അതാണ് പറയണത്. ഇവര് കൃത്യം എത്ര കാശിനെ വിളിക്കുമെന്ന് മെറ്റടിച്ച് നോക്കിയിട്ട് നിങ്ങൾ കൃത്യ കാശിനെ വിളിച്ചു. നമ്മുടെ കയ്യിൽ അത്രയും പൈസ ഉണ്ടായിരുന്നു സമയത്ത്. കടം മേടിച്ചതാ. ഇപ്പോഴും നമ്മളെ മെറ്റടിച്ച് നോക്കും. ഇപ്പോഴും അതിന്റെ കടം വീട്ടിക്കൊണ്ടിരിക്കുക. നമുക്ക് ഈ 1000 കോടിയുടെ ഇഷ്യൂ ആണ് പ്രശ്നം. ഒരു കാര്യം 500 കോടി നമുക്ക് തന്നാൽ നമ്മളത് മറക്ക റെഡിയാണെന്ന് പറയാൻ മള്ളി. നമ്മളെ കടം തീർക്കാമല്ലോ. നമുക്ക് ചോദിക്കാം. നിങ്ങൾ ബ്രോ ഞാൻ ഒരു കാര്യം ഈ കഴിഞ്ഞ ഇറങ്ങിപ്പോയ പ്ലേയേഴ്സ് എന്നൊക്കെ പറഞ്ഞ അവരാദ്യ കൂട്ടത്തിൽ നീ ഉണ്ടായിരുന്നില്ലേ? സംസാരിക്കട്ടെ. അപ്പൊ ഇവനത് പറ്റത്തില്ലെന്ന് പറഞ്ഞ് അപ്പൊ ഇവൻ ഇറങ്ങാന്ന് പറഞ്ഞു. സിറ്റി സറോവർ അടിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും ഗ്യാങ്ങിന്ന് ഇറങ്ങോ? പറഞ്ഞേ ഇന്നലെ അതാ പറഞ്ഞേ. എന്തെങ്കിലും പറയാൻ അല്ലാണ്ട് ഈ HF-ത്തുള്ളവരെ കൂടെ കളിച്ചാൽ എനിക്ക് കൂടി ചീത്തപ്പേര് വരുമെന്ന് എനിക്ക് മനസ്സിലായി. അതാണ് ഞാൻ ഇറങ്ങിയത്. എന്നിട്ടാണ് 2 മാസം നീ കളിച്ചേ. അല്ല അപ്പൊ HF-ന്റെ പ്ലേയേഴ്സ് ഉണ്ടായിരുന്നില്ല. HF-ന്റെ നമ്മൾ തുടങ്ങിയത് മുതലേ HF-ല് OG കുറച്ച് 2-3 പ്ലേയേഴ്സ് നമ്മളെ കൂടെ ഉണ്ടായിരുന്നു. ആരുണ്ടായിരുന്നു HF-ൽ? ആരുണ്ടായിരുന്നു എന്ന് പറയോ? പറഞ്ഞുതരാം. പറയും മുള്ളി. അങ്ങനെ HF-ലെ പ്ലെയർ ഉണ്ടെങ്കിൽ പിന്നെ അവൻ ഗ്യാങ്ങിൽ ഇറങ്ങണം, ഞാനും ഈ ഗ്യാങ്ങിൽ ഇറങ്ങണല്ലോ. മൊത്ത ഗ്യാങ്ങിലെ പ്ലേയേഴ്സ് ഇപ്പൊ നമ്മുടെ ഗ്യാങ്ങിലുണ്ടല്ലോ. അത് ശരിയല്ലേ? പിന്നെ ഞാൻ ഇറങ്ങണ്ടേ? ന്യായമില്ലാത്ത കാര്യമാണ്. എടുത്തിട്ടില്ല ഇതുവരെ. അത്രയ്ക്ക് ഗതികേട് വന്നിട്ടില്ലെന്ന് പറയാൻ മള്ളി. ജയിൽ ചാർജിലങ്ങ് അടിക്കാം, പ്രശ്നം കഴിയട്ടെ. സംസാരിക്കാണെങ്കിൽ 3 പേരൊന്നും സംസാരിക്കാം. എത്ര പേരാ? 10 പേരാ? 20 പേരാ? അടിച്ചേർക്കല്ലോ. അതല്ല ഞാൻ പറയണ, നിങ്ങൾ കാര്യം സംസാരിച്ചു ഇതാക്കല്ല. അത് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാരും ആലോചിച്ചിട്ട് ഒരു കാര്യമില്ല. ഇവരിപ്പൊ തന്നെ ഇവിടെ കള്ളം പറയാണ്. ഈ നീ ഇന്നലെ എന്തുവാ പറഞ്ഞേ? ഇവിടെ വന്നിട്ട് എന്തുവാ പറഞ്ഞേ?
നീ പറയ് നിനക്കല്ല പറ, അറിയാം പറ. എന്റെ അടുത്ത് ചോദിക്കണ നീ ആരെങ്കിലും ഒന്ന് പറ. ആരെങ്കിലൊക്കെ ഒന്ന് പറയൂ. നമ്മള് പറയേണ്ടി വരും. ഞാൻ പറയാം ഓസിയാണേ അതായത് ഇവൻ പറഞ്ഞാല് ഞങ്ങൾ ടിവിനെ പറ്റി അല്ലെ ടിവിയിലുള്ളവരെ പറ്റി VC-യിലിരുന്നു അവരതും പറഞ്ഞതാണ് ഇവ ഇന്നലെ ഒന്ന് പറഞ്ഞേ VC-യിൽ പോലും വരാത്തവനാണ് ഈ പറഞ്ഞേ അതിന്റെ എന്തെങ്കിലും പ്രൂഫ് നിന്റെ ഉണ്ടോ? അതിന്റെ ഒരു പ്രൂഫ് നിന്റെ ഉണ്ടോ? നമ്മൾ HF കളിച്ചവരല്ല, നമ്മൾ പുതിയ ഗ്യാങ് തുടങ്ങിയതാ. ഞാൻ കാര്യം പറയട്ടെ, നമ്മളില്ല പകുതി മുക്കാൽ പ്ലേയേഴ്സും HF കളിച്ചവരല്ല, ഒക്കെ സിറ്റിസൺസ് ആയ പുതിയ പ്ലേയേഴ്സ് ആണ്. HF എത്ര പേര് നമ്മളിലുണ്ട്? HF എക്സലൻസ് കളിച്ച ഒരാൾ നമ്മളെ ഗ്യാങ്ങിലില്ല. അത്ര ഞാൻ ചോദിക്കണുള്ളൂ. ഈ ഫൈല് അപ്പൊ സിയോണിലും ബാക്കിയുള്ള സിറ്റിയിലൊക്കെ കളിച്ചവരുണ്ടെന്നാണ് സിയോണില് പണ്ട് കളിച്ച കുറച്ച് പേര് നമ്മളിലുണ്ട്. അതെന്റെ ബ്രോ, അത്ര ഞാനും പറഞ്ഞോളൂ. നിങ്ങൾ തന്നെ പറയേണ്ട കാര്യങ്ങള്. അതാണോ നിന്റെ പ്രശ്നം? HF നമ്മളിൽ കളിക്കുന്നതാണ്. ഞാൻ ഒരു കാര്യം പറയട്ടെ, നമുക്ക് ഞാൻ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ നമുക്ക് എല്ലാവരുടെ എല്ലാവർക്കും മനസ്സിലാവും. അത് ഞങ്ങൾ HF മെമ്പേഴ്സ് ഉള്ളത് കൊണ്ടാണ്, പ്രശ്നമുള്ളത് കൊണ്ടാണ് വിളിച്ചത്. അതോ ഇവൻ എന്ത് പറഞ്ഞോണ്ട് ഇപ്പൊ നമ്മളെ വിളിച്ചു? അയ്യോ നമുക്ക് ഒരു പ്രശ്നമില്ല. നിങ്ങൾ HF പ്ലേസ് എടുക്കുന്നുണ്ട്, നമുക്ക് അങ്ങനെ ഒരു പ്രശ്നവും ഇല്ല. അത് വിട്. ഞാൻ പറഞ്ഞത് അതല്ല, നിങ്ങളുടെ ആൾക്കാർ നമ്മുടെ ഗ്യാങ് ഹൗസിനകത്ത് വന്നിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരു ഇൻഫർമേഷൻ. ആ ഇൻഫർമേഷനിൽ നിന്നാണ് ഇത് തുടങ്ങുന്നത്. അവിടെ നിന്നാണ് തുടങ്ങുന്നത്. അപ്പൊ അവിടെ നിന്ന് തുടങ്ങി, അത് തുടങ്ങി കഴിഞ്ഞപ്പോ ഉടനെ നിങ്ങൾ അമ്പി കളിക്കണമെന്ന് പറഞ്ഞ് ഇവൻ വന്ന് സംസാരിച്ച് അതിന്റെ ബാക്കിയാണ് നമ്മളിവിടെ സംസാരിക്കാൻ പോണത്. ഞാൻ ഒരു കാര്യം കൂടി പറയട്ടെ. ഞങ്ങൾ പറഞ്ഞ കാര്യത്തിൽ ഞങ്ങൾക്ക് പ്രൂഫ് ഉണ്ട്. അതായത് ആദ്യം വന്ന് ഞങ്ങൾ പറഞ്ഞില്ലേ ഒരു സംസാരം ഉണ്ടായിരുന്നു, നിങ്ങളെ ഡ്രാഗ് ചെയ്തേ. ആ സംസാരം ഞങ്ങളിൽ പ്രൂഫ് ഉണ്ട്. പക്ഷെ ഇവൻ വന്ന് നിങ്ങളിൽ പറഞ്ഞാൽ ഇവന്റെ പ്രൂഫ് ഇല്ല. ഞാൻ പറയണേക്ക് ഈ വന്ന് നിങ്ങളുടെ അടുത്ത് നിന്ന് പറയണവന്മാര് HF, ഈ റേഡിയോയിൽ നിന്ന് പറഞ്ഞവനും HF, ഇവര് മൊത്തം HF ആണ്. ഞാൻ പറഞ്ഞോണ്ടിരിക്കാറ് നീയൊക്കെ പറയുമ്പോ ഞാൻ മിണ്ടാട്ടുന്നില്ലേ? ഞാൻ ഇത്ര നാള് HF നിന്നിട്ട് നിങ്ങൾ ഒരുമിച്ച് ഇരുന്നിട്ട് നിങ്ങളുടെ ഈ ഇറങ്ങിപ്പോയതൊക്കെ പറഞ്ഞ ഈ കഴിഞ്ഞ നിങ്ങളുടെ സിറ്റുവേഷൻ ഉണ്ടായില്ലേ? റേഡിയോയില് പറഞ്ഞവരാണ് ഇപ്പൊ DNR പേര് വന്നിട്ട് ഈ പേര് മോശം കളയാൻ വേണ്ടിട്ട് ഈ HF-ലുള്ളവ ജയിൽ ചാർജ് എന്ന് പറഞ്ഞാൽ നിങ്ങളെ കുറിച്ച് മറ്റേ വേട് വെച്ച് അബ്യൂസ് ചെയ്യുന്ന പറഞ്ഞിട്ട് അമ്പി കളിക്കുന്നത്. അതാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്. അല്ല ഈ കഥ എത്ര റെട്ടി അത് പറഞ്ഞേ. നീ എന്തൊക്കെയാടാ പറഞ്ഞത്? നീ എപ്പോഴാ ഗ്യാങ് ചെയ്തിട്ടുള്ളത്? നീ എപ്പോഴൊക്കെ വന്നിട്ടുണ്ട്? അവൻ UK ഇല്ലേലും ഒരു പ്രശ്നമില്ല. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. HF കളിപ്പിക്കണോ ആരെ കളിപ്പിക്കണോന്ന്. ഞാൻ ഒരു കാര്യം പറഞ്ഞ, നീ ഇപ്പൊ അവിടെ നിന്ന് ഇറങ്ങി, നീ പുതിയൊരു ഗ്യാങ്ങിലോട്ട് പോകുന്നു, അത് മനസ്സമാധാനത്തോട്ട് പോട്ടെ. ഇവരുടെ വഴിക്ക് പോകണം. നമുക്കൊരു ഫ്രണ്ട്ലി ഗ്യാങ് എന്ന് പറയുന്ന സാധനം സിറ്റിയിൽ ഇല്ല. നമുക്ക് ആരും ബിൽഡ് ചെയ്യാനും താല്പര്യമില്ല. പക്ഷെ ഞങ്ങൾക്ക് വെറുതെ വഴിയെ പോണ ആൾക്കാരടുത്ത് ഞങ്ങൾക്ക് അടിക്കുകയും വേണ്ട. GNR നമ്മളിപ്പോ നിങ്ങൾ തുടങ്ങുന്ന നല്ലൊരു ഗ്യാങ്ങായി ഫോം ആയിട്ട് വരട്ടെ. നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് പോട്ടെ. നീ ഇപ്പൊ പുതിയൊരു ഗ്യാങ്ങിനകത്ത് കയറുന്നു, നീ ആ വഴിക്ക് പോട്ടെ. നമുക്ക് അങ്ങനെ സിറ്റിയിൽ എവിടെയെങ്കിലും വെച്ച് എപ്പോഴെങ്കിലും കാണാം. ഇതിന്റെ പേരിൽ നിങ്ങൾ തുടക്ക സമയത്ത് തന്നെ ഒരു അടി വഴക്കുവാണെങ്കിൽ ഇതിങ്ങനെ പൊക്കോണ്ടേയിരിക്കും. ഇതിപ്പം പുതിയതായിട്ട് തുടങ്ങി ഇവരുടെ അടി ഉണ്ടാവേണ്ടി വരും. നീ പോകുമ്പോ അത് കഴിയുമ്പോൾ ഇവര് വന്ന് നീ ഇപ്പൊ കയറാൻ പോണ ഗ്യാങ്ങുമായിട്ട് അടിയാവും. അത് ആകെ മൊത്തത്തിൽ വൾക്കറാവും. അതിലും ഭേദം ഇതല്ലേ. ഇവന് ഞങ്ങൾ ഗ്യാങ്ങിൽ ഇറങ്ങുന്നോ വേറെ ഗ്യാങ് കയറുന്നോ നമുക്ക് പ്രശ്നമില്ല. ഇവന്റെ വഴിക്ക് പോട്ടെ. പക്ഷെ ഇവൻ വെറുതെ നമ്മളെ കുറിച്ച് അവരാന്ന് പറഞ്ഞ് നടക്കുന്നത് എന്തിനാ? ഇല്ലാത്തത് ഞാൻ ഒരു ഐഡിയ പറയാം. നിങ്ങള് ആ ജയിൽ ചാർലിയെ പിടിച്ചടിക്കണം. അവ ഏത് ഗ്യാങ്ങിലാണ്? അവൻ ഇതുവരെ ഗ്യാങ്ങിലില്ലായിരുന്നു. ഇവിടെ
അവനറിയിട്ട് അടിച്ചതാ. എന്നിട്ടാണ് അവൻ റേഡിയോയിൽ വന്നിട്ട് അന്ന് നമ്മളോട് സംസാരിച്ചപ്പോ ടിവിനെ ട്രാക്ക് ചെയ്തേ. അതാണ് ഞങ്ങൾ അന്ന് നിങ്ങളടുത്ത് വന്ന് പറഞ്ഞത്. ഞങ്ങൾ ആ സിറ്റുവേഷനില് ഒരു കാര്യം ചോദിക്കട്ടെ, ഇറങ്ങി വന്നല്ലേടാ അതിന്റെ കൂടെ എന്തെങ്കിലും പ്രൂഫ് ഉണ്ടോ? പാലിക്കണം രണ്ടുപേരും. ഹലോ 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 ഒന്ന് മിണ്ടായിരിക്കോ മിണ്ടായിരിക്കോ. കളിക്കണേന്ന് പറയാൻ മാത്രമേ ഞാൻ വന്നോളൂ. അപ്പൊ അതിനു വേണ്ടിയാണ് നിങ്ങളെ വിളിച്ചത്. എത്ര മെമ്പേഴ്സ് ഉണ്ട് നീ പറ. അല്ല നിങ്ങളുടെ അടുത്ത് ഞാൻ ഒന്നും പറഞ്ഞില്ല. ഞാൻ വാസുവിന്റെ അടുത്ത് പറഞ്ഞ നിങ്ങളുടെ അടുത്ത് ഞാൻ ഒന്നും പറയാൻ വന്നില്ല. നിങ്ങളുടെ പുറത്തെന്ന് പറയണ എടാ നമുക്കിത് സോൾവ് ചെയ്യാനാ വിളിച്ചത്. ഇത് പോട്ടെ കാര്യം. ഒരു കാര്യം ഈ കാര്യം അറിയിക്കണം. അതിനാണ് ഞാൻ ഒന്ന് പറഞ്ഞത്. വേറൊന്നുമല്ല. അല്ലാതെ നിങ്ങളായിട്ടൊന്നും പറയാനൊന്നുമല്ല. ബ്രോ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾക്ക് നമ്മൾ ക്ലിയർ പ്രൂഫ് വെച്ചിട്ടുണ്ട്. ഇവന്റെ ഒറ്റ പ്രൂഫില്ല. എല്ലാരും കൂടെ സംസാരിക്കില്ല. എല്ലാരും കൂടെ സംസാരിക്കില്ല. ഹലോ ഒരാൾ സംസാരിക്കും. ഒരാൾ മുണ്ടടിക്കാൻ അറിഞ്ഞൂടെ അവര് സംസാരിക്കട്ടെ. ബ്രോ അപ്പൊ നമ്മൾ എന്താണോ പറഞ്ഞത് നമുക്ക് എന്തൊക്കെയാണ് ഉണ്ടായത് അതിന്റെ പ്രൂഫ് നിങ്ങൾക്ക് തന്നില്ല. അത് ഇവൻ പറഞ്ഞ കാര്യങ്ങൾക്കും പ്രൂഫ് എല്ലാ കാര്യവും നമ്മൾ അവിടെ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ അത് സബ്മിറ്റ് ചെയ്തവരെ നമ്മുടെ കയ്യിൽ ഹീറ്റ് വരേണ്ട ആ ഒരു സംഭവം കാര്യം ഇവൻ വെറുതെ വന്ന് വായത്തോന്നി വന്ന് പറഞ്ഞു പോയതാണ്. ആയിക്കോട്ടെ ഒരു മിനിറ്റ്. അതിപ്പോ ഒരു അബ്യൂസ് ആയിട്ടാ കണക്കാക്കണം. ഇവ HFP കളിച്ചവരാണ്. ഇവൻ അത്രയും നാഗത്തെ പരിപാടി വെച്ചിട്ടുള്ള ഇവ HFP കളിച്ചവരാണെന്ന് നമ്മൾ പറയട്ടെ. നീ മിണ്ടാതിരിക്കേ. ഞാൻ 4 വർഷം HFP കളിച്ചാണ്. ഓക്കെ അവർ കളിച്ചിട്ടുണ്ട് വെടിവെച്ചിട്ടുണ്ട് എല്ലാം ചെയ്തിട്ടുണ്ട്. അത് പറയാൻ അറിയില്ല. ഞാൻ ഇപ്പൊ GNR കളിക്കണേ. ഓക്കെ അത് പറഞ്ഞുകൊണ്ട് ഒരു ഗ്യാങ് ഇറങ്ങി ഒരു ഗ്യാങ് കയറി മറ്റേ ആ ഗ്യാങ്ങിനെ ഇത് വെച്ചിട്ട് ഞാൻ പോയിട്ടില്ല. ഓക്കെ ഞാൻ HFP കളിച്ച എനിക്ക് വലിയ പ്രശ്നമില്ല. HFിനോട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ. എന്റെ പേര് റാംബോ. ഞാൻ ഇത്രയും കാലം HFിലാണ് കളിച്ചത്. നീ എന്നെ വിളിച്ചിട്ടില്ല സിറ്റി സെറോബർ അടിക്കാൻ വേണ്ടിട്ട്. അപ്പൊ നിനക്ക് ഒരു കുഴപ്പമില്ല HFിന്റെ കൂടെ കളിക്കുന്നതിന്. ഇല്ലേ അടിയെ എന്നെ നീ വിളിച്ചിട്ടുണ്ടോ? സിറ്റി റോബറിക്ക് പോവാന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ടോ? അമ്പി കളിക്കല്ലേ സിറ്റി റോബറി ചെയ്യാന്ന് പറഞ്ഞ് നീ എന്നെ വിളിച്ചിട്ടുണ്ടോ? എന്റെ പൊന്നു ബ്രോ നമ്മൾ അതിനുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇവന്റെ മെയിൻ ആയി പ്രശ്നം നമ്മൾ ലാസ്റ്റ് റെയിൻബോനെ വിളിച്ചപ്പോ ഇവൻ VC വന്ന് നമ്മൾ എന്താ കാര്യം ചോദിച്ചപ്പോ ഇവൻ ഡയലോഗ് അടിച്ചു. ബ്രോ നിങ്ങളെ കൂൾ ഡൗൺ കൊടുത്തില്ല. അവനെ കൂൾ ഡൗൺ കൊടുത്ത അവനെ ഏതെങ്കിലും ഗാംഗിൽ പറഞ്ഞു വിടാൻ അവൻ പോയി കളിക്കട്ടെ. ചിലപ്പോ അതിന്റെ അതിന്റെ ഫസ്റ്റ് മാത്രമാണ് ബ്രോ. അതിന്റെ ഫസ്റ്റ് അതുപോലെ നമ്മുടെ ഓരോ മെമ്പേഴ്സും കയറി തെളിയിച്ചാണ് ഇത്രയും സിറ്റുവേഷൻ ഉണ്ടാക്കി. ഇത് നേരെ ഫസ്റ്റ് തന്നെ വന്നിട്ട് നമ്മളൊന്ന് സംസാരിക്കും. അഡ്മിൻ ഇത് മറ്റിയാണ്. അഡ്മിൻ മറ്റിയാണ് ടിക്കറ്റ് കളിക്കും. നമുക്കാണ് ഓസി ടോക്ക് വന്നത്. ഓസി ടോക്ക് വന്നത് നമുക്കാണ്. കൊണ്ടുപോയി ഇനി സംസാരിച്ച കൊണ്ടുപോയി കേസ് ഇവിടെ സംസാരിക്കാൻ വിളിച്ചല്ലേ കൊടക്കല്ലേ നിനക്കെന്ത് പറ്റാ ഇത് പുതിയ അടിക്കാൻ പറ്റിയത് സ്ഥലമായി മാറിയിട്ടത്. നീല എല്ലാരും പറഞ്ഞിട്ട് ഗേറ്റ് അടക്കി വിടുന്നത്.
ബാബുസെറ്റ് റാം ഞാൻ പറഞ്ഞു ഒബ്ജക്ഷൻ ചെയ്യാറ് ഓണർ എടുത്തിടോ ഇവരൊക്കെ എയർ എടുത്തിട്ട് അടിക്കടാ നീ എയറൊക്കെ എടുത്തിട്ട് പുറത്ത് ബാബുസേറ്റ് കുറച്ച് മുകളിലോട്ട് ജയിൽ ചാടി കുറച്ച് മുകളിലോട്ട് എനിക്ക് കാണുന്നില്ല. നമ്മള് EVXന്റെ താഴെട്ടേക്കണ EVX മുമ്പിട്ടേക്കുന്നു. ജയിൽ ചാടി കോൾ ജയിൽ ചാനൽ ഇപ്പം UK ആണ് കേട്ടോ. UK എല്ലാം നമ്മൾ അപ്ഡേറ്റ് ആണ്. പാവാട് അവനെ ഞാൻ രക്ഷപ്പെടുത്തട്ടെ. അവനെ പുറത്തേക്ക് തല്ലുവാണവന്മാര്. അവനെ കഷക്കാന്നുകൊണ്ട് നിൽക്കുന്നു വെളിയിൽ. അവൻ പുറത്ത് അവന്മാർ പറയണേ അവന്റെ അടുത്ത് അഞ്ചു വണ്ടി ആളുകളെ ഇവര് മണ്ടേ കുത്തിയോ നമുക്ക് കിട്ടും, അവനെ കിട്ടും. അപ്പൊ അടിക്കണ്ട, വെറുതെ വേണ്ട. നീ എവിടായിരുന്നു മന്ദാരം? അണ്ണാ മലയെ കുത്താൻ പറഞ്ഞു. വിളിക്കാമല്ല കേട്ടാ, മലയെ കുത്താനാ. പാവം അവനെ വിളിച്ചു വരുത്തി കൊലക്കി കൊടുത്തു. അണ്ണനാ റീസിറ്റിയിലെ ഗൗണ്ടറാ. നാട്ടുകാര് പെട്രോളിന് വില കൂട്ടിയതാ. 10 ഫ്രണ്ടിക്കാണ്. വിട്ട് അടിച്ചു കീറുമല്ലോ. വണ്ടി ഉൾപ്പെടെ ക്ലിയർ ചെയ്ത് വിട്ടോ. എന്റെ യൂട്യൂബ് ചാനൽ കൊണ്ടുവന്നു. ഇതെന്താ മറ്റേ ഒരു പുതിയ ഇത് വന്നിട്ടേ, പുതിയ കേസ്. എന്ത് കേസ്? കാശിയുടെ ബ്രേക്കപ്പ് ഒന്ന് സെറ്റ് നമുക്ക് പൈസ പൈസ ഒരു 100. ഞാൻ പറയുവാണെങ്കിൽ ഇന്ത്യൻ സുപ്രീം കോർട്ട് പോലെ നമുക്ക് എക്സലൻസ് ടിവിയെ കൊട്ടാക്കാം. പേരെടുക്കാനായിരിക്കും വിളിക്കുന്നത്. പോവല്ലേ എല്ലാത്തിനും പടം ഉണ്ടല്ലോ, എല്ലാ പ്രശ്നം സോൾവ് ആക്കുന്നത്. കിച്ചാമണി MBBS. അത് അല്ല, ജനതാ ഗാരേജ്. കിച്ചാമണി MBBS ചുമ്മാ ചുക്കാമണി 3 പീസാക്കി വരും. പോവല്ലേ കുടുംബ പ്രശ്നത്തിന്. ബാബു വന്നേ